അമ്പലക്കള്ളന്മാർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. താൻ ദേവസ്വം മന്ത്രിയായ സമയത്തും ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നുവെന്ന ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ എം പി. എല്ലാം ഇപ്പോൾ പരസ്യമായി പറയാനാകില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു മറ മാത്രമാണ്. ക്രമക്കേടുകൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കണമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. തെറ്റായ രീതികളെ സർക്കാർ അനുകൂലിക്കില്ലെന്നാണ് വിശ്വാസമെന്നും രാധാകൃഷ്ണൻ എം പി പറഞ്ഞു. തീർച്ചയായിട്ടും ശബരിമല ആവട്ടെ, നമ്മുടെ ദേവസ്വം ബോർഡുകളാവട്ടെ, അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കണം എന്നുള്ള തീരുമാനത്തിലാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്. ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ തെറ്റായ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടാകും. ആ തെറ്റായ പ്രവണതകൾ ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുമ്പോൾ അത് കണ്ടെത്തുമ്പോൾ അത് ഇല്ലാതാക്കാൻ, അത് അല്ലെങ്കിൽ തെറ്റ് ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഗവൺമെൻറ് തയ്യാറായത്. അത് ആദ്യമായിട്ടല്ല. താങ്കളിപ്പോൾ ദേവസ്വം മന്ത്രിയൊക്കെ ആയിരുന്ന സമയത്ത് ഇങ്ങനെ തെറ്റായ പ്രവണതകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ നിരവധി അതൊക്കെ ഈ സമയത്ത് എല്ലാം എടുത്ത് പറയാൻ പറ്റില്ല. ഏതെല്ലാം സന്ദർഭങ്ങളിൽ തെറ്റായ നടപടികൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അവിടെയെല്ലാം ശക്തമായ നടപടിയാണ് സ്വീകരിച്ചത്. ആ നടപടികൾ തുടർന്നും ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കും. ഒരു വിഷയം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ടാണ് ശക്തമായ നിലപാടിലേക്ക് പോകേണ്ടതാണെങ്കിൽ പോവുക. ആ കാര്യത്തിൽ ഗവൺമെൻറ് കൃത്യത വരുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള അന്വേഷണം വരുമ്പോൾ ആരാണ് കുറ്റവാളികൾ കണ്ടെത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചു പോകാനും. ചീഫ് ജസ്റ്റിസിനെ ചെരുപ്പറിയുക എന്ന സന്ദേശം രാജ്യത്ത് കൊണ്ടുവരുന്നു. ചിലരുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് ഇത് നടന്നിട്ടുണ്ടാകുക. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ഗോഡ്സെ ആണെങ്കിലും നിർദ്ദേശം വന്നത് എവിടെ നിന്നെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയരണമെന്നും രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. അതെ, ചീഫ് ജസ്റ്റിസിനെ ചെരുപ്പറിയുന്ന സനാതന ധർമ്മമാണെന്ന് പറയുന്നതിന് ആദ്യം കൊടുക്കേണ്ടത് എന്താണെന്ന് ജനങ്ങൾ തീരുമാനിക്കും. അത് ഒരു ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ടുള്ള ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അപ്പോൾ അദ്ദേഹത്തെ ചെരുപ്പറിയേണ്ടവരാണ് എന്നുള്ള സന്ദേശം കൊടുക്കുകയാണ്. പ്രധാനമന്ത്രി അപലപിച്ചിട്ടുണ്ട്, നല്ല കാര്യം. പക്ഷേ അങ്ങനെ അപലപിച്ചുകൊണ്ട് മാത്രമായോ? ഇതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അവർ വിഭാവനം ചെയ്യുന്ന യാതൊരു വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്നതിന് ചീഫ് ജസ്റ്റിസ് ആയാലും വേണ്ടില്ല, അവനെ ചെരുപ്പറിയേണ്ടവനാണ് എന്നുള്ള ഒരു ചിന്ത സമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അതിന് ശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മുടെ രാജ്യത്തു നിന്ന് ഉയർന്നതാണ്. എല്ലാ വിഭാഗങ്ങളുടെ ഇടയിൽ നിന്ന്. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ആ വെടിവെച്ച് കൊന്ന ആളുടെ മാത്രം തീരുമാനമാണോ? നാഥുറാം ബിനായ് ഗോഡ്സെയുടെ മാത്രം തീരുമാനമാണോ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത്? അതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ആ അജണ്ട അനുസരിച്ചാണ് ചെയ്യുന്നത്. ശക്തമായിട്ട് പ്രതിഷേധം ഉയർത്തിയെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാട് തയ്യാറാകേണ്ടത്. UTV ന്യൂസ്, പാലക്കാട്.